നിങ്ങൾ ദൈവത്തിലേക്ക് വരും. നിങ്ങൾക്ക് വാഹനം ലഭിക്കും, നിങ്ങൾക്ക് വീട് ലഭിക്കും, നിങ്ങൾക്ക് ജോലി ലഭിക്കും, ആരോഗ്യം, സൗഖ്യം, അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ്. ഒരു വിഭാഗം ആളുകൾ പ്രോസ്പെരിറ്റി അഥവാ സമൃദ്ധിയുടെ സുവിശേഷം അത് ഇടതടവില്ലാതെ എല്ലാ മേഖലകളിലും വിൽക്കപ്പെടുന്നു. അപ്പോൾ തന്നെ മറ്റൊരു വിഭാഗം അവിടെ നിന്ന് പറയുന്നു, അത് തെറ്റാണ്, പ്രോസ്പെരിറ്റിയുടെ തിയോളജി അല്ല, സമൃദ്ധിയുടെ ദൈവശാസ്ത്രമല്ല ക്രിസ്തീയത വ്യക്തമാക്കുന്നത്. അത് കഷ്ടതയുടെയും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും അങ്ങനെ അല്ല, ഒരുപക്ഷെ ഇങ്ങനെ പറയാം, ഒരു പോവർട്ടിയുടെ തിയോളജി അഥവാ ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിൻ്റെതായ ഒരു ദൈവശാസ്ത്രം. അവരും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് വേദികളിൽ നിന്നുകൊണ്ട്, എനിക്കിന്ന് കാണുന്നതെല്ലാം ദൈവം തന്നതാണ്. ഇതാണ് എൻ്റെ ചില സുഹൃത്തുക്കളായ യുവതി യുവാക്കന്മാർ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഇതിവൃത്തം. അവർ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം. ശരിയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ടും ഒന്നിനോടൊന്ന് പൂരകമായിരിക്കും. ഒരു നുഖത്തിൽ വെച്ച് കെട്ടാൻ കൊള്ളാവുന്ന ഒരേ ആശയത്തിലുള്ള രണ്ട് സമീപനമെന്ന് വേണമെങ്കിൽ പറയാം. ആക്റ്റീവായി പറയുന്നു, വന്നാൽ തരാം, നിങ്ങൾക്ക് കിട്ടും പോരെ. മറ്റൊരു തരത്തിൽ ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം ദൈവത്തിൽ നിന്നാണ്, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും ലഭിക്കും, അല്ല പ്രാർത്ഥനയ്ക്ക് വന്നാൽ നിങ്ങൾക്കിത് കിട്ടും എന്ന് മറ്റൊരു. ഇവിടെയാണ് പ്രാർത്ഥന എന്തെന്ന് ഞാൻ നിങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. കാരണം ഒരു ക്രിസ്തു വിശ്വാസിയുടെ പ്രാധാന്യത അർഹിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം ക്രിസ്തീയതയ്ക്ക് ഗുണകരമായി തീരുകയില്ല, ദൈവവിശ്വാസത്തിന് ഉപോത്ബലമാകുകയില്ല. എന്നാൽ പ്രാർത്ഥന എന്നത് എന്താണെന്നോട് മനസ്സിലാക്കുക. പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി യേശു പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ നിഴലിച്ച് കാണേണ്ടത്, മുഴച്ചു നിൽക്കേണ്ടത് ദൈവ രാജ്യവും ദൈവത്തിന്റെ ഇഷ്ടവുമാണ്. അങ്ങനെ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവർ വിൽക്കുന്നത് യഥാർത്ഥ സുവിശേഷമല്ല, പകരം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും നേടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം, അപ്പോൾ ഇവിടെ ലഭിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നല്ലേ? തീർച്ചയായും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ ലഭിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ, ദൈവം തന്ന ആരോഗ്യവും ദൈവം തന്ന മനസാന്നിധ്യവും ഒക്കെ കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റൊരു വാക്യം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, പ്രവർത്തി കൂടാത്ത വിശ്വാസം വ്യർത്ഥമാണ്. അങ്ങനെയെങ്കിൽ പ്രവർത്തിക്കുവാനുള്ള രാജ്യം അതെല്ലാം ദൈവത്തിൽ നിന്ന്. അതിനായി പ്രാർത്ഥന നമുക്ക് വിശ്വാസം വർദ്ധിക്കുവാനായിരിക്കണം. ദൈവരാജ്യം അതുപോലെ തന്നെ ഇറങ്ങി വരുവാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും എനിക്കിടയാകണമെന്ന ബോധ്യത്തിലേക്ക്, ആ വിശ്വാസത്തിലേക്ക്, അതിലേക്ക് നങ്കൂരമിടുക. ഒരു കപ്പൽ എപ്രകാരം നങ്കൂരമിട്ട് എങ്ങനെ ആയിരിക്കും, ഒരു വ്യക്തി എപ്രകാരം ദൈവത്തിൽ കേന്ദ്രീകൃതമായി നങ്കൂരമിടുന്നു, അതിനാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ലഭ്യമാകുന്ന വിശ്വാസമല്ല, മറിച്ച് ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ദൈവത്തിൽ വിശ്വാസം നടത്തി. ആ വിശ്വാസം നിങ്ങൾക്ക് ഈ ലോകത്തിൽ പ്രവർത്തിപ്പാനുള്ള ആർജവും അതിനുള്ള ബലവും ഉത്തേജനവും ഒക്കെ ഉയരത്തിൽ നിന്ന് അഥവാ ദൈവത്തിൽ നിന്ന് ലഭ്യമാകും. അതിലൂടെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തും നേടിയെടുക്കുവാൻ സാധിക്കും. ഈ ലോകത്തിൽ നേടുവാൻ സാധ്യമല്ലാത്ത ഒന്നും തന്നെയില്ല. എന്നാൽ ഒന്ന് മാത്രം, വിശ്വസിക്കുക ദൈവത്തിൽ. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇവിടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപരിയായി ദൈവികതയിലേക്ക്, എത്ര തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഔന്നത്യമുണ്ടായാലും, എത്ര തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഉയരങ്ങളുടെ പടവുകൾ കയറിപ്പോയാലും, നിങ്ങൾ വിസ്മരിക്കാതെ എപ്പോഴും ഉരുവിട്ട്
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലെ തന്നെ പ്രാർത്ഥന ഇടതടവിടാതെ പ്രാർത്ഥിക്കുക. അഥവാ വചനം ഇങ്ങനെ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ആ ഇടവിടാതെ പ്രാർത്ഥന പോലെ അത് ദൈവരാജ്യത്തിൽ ദൈവികതയ്ക്ക് മാറട്ടെ. കാരണം അടുത്ത പ്രാർത്ഥനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്: അന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണം. അത് മാത്രമേ വ്യക്തിപരമായ ഒരു ആവശ്യമായി വരുന്നു. അങ്ങനെയെങ്കിൽ അതത് ദിവസത്തേക്കുള്ള ആഹാരം അത് ലഭ്യമാകുവാൻ നിങ്ങൾ പ്രവർത്തിച്ചാൽ, പ്രാർത്ഥനയോടെ പ്രവർത്തിച്ചാൽ അത് ലഭ്യമാകും തീർച്ചയായും. തുടർന്നുള്ളതൊക്കെ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചു. അതെ, അങ്ങനെ ഒരു മാനസികാവസ്ഥ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ, സഹിക്കുവാൻ, കരുതുവാൻ ഒക്കെയുള്ള ഒരു മനസ്സ്, ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു പാക്കേജാക്കി പറഞ്ഞാൽ സ്നേഹിക്കാനൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവമാണ്. ദൈവം സ്നേഹം തന്നെയാണ്. ഗാഡ് ഈസ് ലവ്. സ്നേഹിക്കാനുള്ളൊരു മനസ്സിനായി, കരുതാനുള്ളൊരു കൃപയ്ക്കായി നിങ്ങളും ഞാനും ഒരുപോലെ പ്രാർത്ഥിച്ചാൽ ഈ ഭൂമിയിൽ തന്നെ പല മാറ്റങ്ങൾക്കും നമുക്ക് കാരണമാക്കുവാൻ, അതിലൂടെ അല്പം പോലും സങ്കോചവും സങ്കടവുമില്ലാത്ത, ഒന്നിലും പരിഭവമില്ലാത്ത, പരാതിയില്ലാത്ത ഒരു നല്ല മനസ്സിന് ഉടമയായി സന്തോഷത്തോടെ നമ്മുടെ ഈ ഐഹിക കാലഘട്ടം നന്നായി പ്രവർത്തിക്കാൻ, നന്നായി പ്രാർത്ഥിക്കാൻ ഇടവരും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ വാക്കുകളെ നിങ്ങൾക്ക് കൈമാറുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.